എല്ലാവർക്കും നമസ്കാരം. 10th മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്സിലെ കുറച്ച് പ്രോബ്ലംസ് നമ്മളൊരു സീരീസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ക്ലാസ്സിൽ 10ന് മേലെ ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. മെൻ്റൽ എബിലിറ്റി ഇപ്പോൾ വളരെ കുറവായിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. കാരണം ഇനി അവസാന ദിവസങ്ങളിലേക്ക് എന്ത് ചെയ്യുക, മെൻ്റൽ എബിലിറ്റി കുറച്ചുകൂടി കൂടുതലാക്കിയിട്ട് കുറേ മെൻ്റൽ എബിലിറ്റി പ്രോബ്ലംസ് ഒരു 10-50 ഒരുമിച്ചെടുത്ത് നമുക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു PDF എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തായാലും ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതായത് എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ താഴേക്ക് പോകും. പക്ഷേ ഇത് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണേനും. ഇപ്പോൾ ഇന്ന് എടുത്ത 2-3 ചോദ്യങ്ങൾ എന്താണ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് അത് കിട്ടുന്ന പോലെ ആയിട്ട് പോകണം. എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. ചോദിച്ച ചോദ്യങ്ങളാകുമ്പോൾ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ചോദിച്ച ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലുള്ള ചില ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടും, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഇന്ന് ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വേണ്ട ക്ലാസ്സിലേക്ക് തുടങ്ങുന്നത്, എന്നാലല്ലേ നമ്മൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച ഒരു തുക 2 വർഷം കൊണ്ട് 9680 രൂപയും 3 വർഷം കൊണ്ട് 10648 രൂപയുമായി എങ്കിൽ പലിശ നിരക്ക് എത്ര? ചോദ്യം പലിശ നിരക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബൈ ട്രാൻസ്ഫറിൽ എത്രയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/24 ചോദിച്ച ചോദ്യം ആണ്. അപ്പോൾ നല്ല ചോദ്യമാണ്, ഒരു ഡിഗ്രി ലെവലിലും വേണമെങ്കിൽ ചോദിക്കാം, അങ്ങനെയുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ഈ കൂട്ടുപലിശയുടെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, ടോപ്പിക് വൈസിൽ ചെയ്യാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പലിശ കൂട്ടുപലിശ. അപ്പോൾ ആ ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ വരെ നമ്മളത് അതിൽ പറയും. ഇതിൽ നമുക്ക് എന്താ വേണ്ടത്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേണ്ടത് ഇതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം, അതിൻ്റെ കുറുക്കുവഴി എന്താണ്, അതാണ് നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ നോക്കിക്കോ, ഈ ചോദ്യത്തിൽ കുറച്ച് കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് എന്ന് പറയുന്നത് കൂട്ടുപലിശ. നമ്മൾ കൂട്ടുപലിശയ്ക്കായിരിക്കണം എന്ത് ചെയ്യണം, പണം നിക്ഷേപിക്കേണ്ടത്. കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച ഒരു തുക 2 വർഷം കൊണ്ട് 9680 രൂപയും എഴുതിയിരിക്കുകയാണ് ഞാൻ. എന്ത് 2 വർഷം കൊണ്ട് എന്താണത് 9680 രൂപയും 3 വർഷം കൊണ്ട് അതെന്താണ് 10648 രൂപയും ആയി എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് 2 വർഷം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമാണോ, അതായത് നമുക്ക് ആദ്യം 2 തന്നു, അപ്പോൾ അത് അടുത്തത് എന്തായിരിക്കണം, 3 ആയിരിക്കണം. ഇനി നമുക്ക് 3 വർഷം കൊണ്ട് ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത എന്തായിരിക്കണം, 4 ആയിരിക്കണം. അതായത് ഈ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും 1 ആയിരിക്കണം. എങ്കിലാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചോദിക്കുകയുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിലുള്ള ശ്രദ്ധിക്കേണ്ട കീവേഡ്സ് എന്തൊക്കെയാണ്, കൂട്ടുപലിശയായിരിക്കണം, ഒരു നിശ്ചിത തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, എത്ര വേണേലും ആവാം, 10,000 20,000 30,000 വരെ ചോദ്യകർത്താവ് ചിലപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. 10,000 രൂപ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് തരുമായിരിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്തു, ആ ഭാഗം നോക്കണ്ട. കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച ഒരു തുക 2 വർഷം കൊണ്ട് 9680, 3 വർഷം കൊണ്ട് 10648. അവിടെ നമുക്ക് നോക്കേണ്ട എന്താണ്, വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണോ എന്ന് മാത്രം നോക്കുക. എങ്കിൽ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ് എങ്കിൽ നമ്മുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഈ തുകകളുടെ വ്യത്യാസം. അതായത് നമുക്ക് എന്താണ് 2 വർഷം കൊണ്ടും 3 വർഷം കൊണ്ടും കിട്ടുന്ന പണം എത്രയാണെന്നല്ലേ, അത് ഇവയുടെ വ്യത്യാസം എടുക്കുക ആദ്യം. അപ്പോൾ എത്രയാ, 10648 കുറയ്ക്കണം 9680. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക, ഹരിക്കണം. എന്തുകൊണ്ടായിരിക്കണം, ദേ ഈ 9680 കൊണ്ട്, അതായത് ആദ്യത്തെ വാല്യൂ ചെറിയ വാല്യൂവിനെ കൊണ്ട് ഹരിക്കുക. അങ്ങനെ പഠിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടുപലിശയുടെ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ കറക്റ്റായിട്ട് പറയാം. 9680 കൊണ്ട് ഹരിക്കുക. കഴിഞ്ഞോ, ഇല്ല, പലിശ നിരക്കാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ 100 കൊണ്ട് ഗുണിക്കണം. പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ ശതമാനത്തിലേക്ക് ആക്കാനാണ് അല്ലേ. അപ്പോൾ അതിനെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇനി നോക്കിക്കേ, 10648 കുറയ്ക്കണം 9680 എന്ന് പറഞ്ഞാൽ എത്രയാ 10648 നിന്ന് 9680 കുറച്ചാൽ 968 ഡിവൈഡഡ് ബൈ 9680 ഗുണിക്കണം 100. അതേപോലെ എഴുതി. ഈ പൂജ്യവും വെട്ടിപ്പോയി, ബാക്കി 968 968 വെട്ടിപ്പോയി, ബാക്കി ആരുണ്ട്, 10%. നമ്മുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 10%. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് എന്തൊക്കെ നോക്കണം,
കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച ഒരു തുക 2 വർഷം കൊണ്ട് 9680 രൂപയും 3 വർഷം കൊണ്ട് 11648 രൂപയുമായി എങ്കിൽ പലിശ നിരക്ക് എത്ര? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം 2 വർഷം 9650, 3 വർഷം 11648. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നോക്കേണ്ടത് ഈ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നാണോ, അതായത് തൊട്ടടുത്ത വർഷങ്ങളാണോ നോക്കിയാൽ മതി. ആണ് എങ്കിൽ എന്ത് ചെയ്യണം? പലിശ നിരക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിട്ടുള്ള തുകകളുണ്ടല്ലോ, എത്ര കിട്ടുന്നതെന്ന്, അവയുടെ വ്യത്യാസം എടുക്കുക. ഡിവൈഡഡ് ബൈ ഹരിക്കണം എന്ത്? നമ്മളെ ആദ്യത്തെ അല്ലെങ്കിൽ ചെറിയ സംഖ്യ എത്രയാണ്? അത് 9680. ഈ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഈ 2 വർഷത്തിലുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ 4ഉം 5ഉം വർഷങ്ങളാണെങ്കിൽ 4 വർഷം, 5 വർഷമാണെന്നുണ്ടെങ്കിലോ നമ്മളപ്പോൾ ഏതിൻ്റെ തുക എടുക്കേണ്ടത്? ഈ 4 വർഷത്തിൻ്റെ തുകയാണ് താഴെ എഴുതേണ്ടത്. ആ ഒരു ഐഡിയ മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഉത്തരമായ പലിശ നിരക്ക് 10% എന്നുള്ളത് കിട്ടും. അടുത്ത ചോദ്യം ഇതേ മോഡലാണ്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നോക്കാം. ചോദ്യം: ഒരു നിശ്ചിത തുക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് 8820 രൂപയും 4 വർഷം കൊണ്ട് 9261 രൂപയുമായാൽ പലിശ നിരക്ക് എത്ര? നോക്ക്, ഒരു നിശ്ചിത തുക കൂട്ടുപലിശ നിരക്കിൽ, അവിടെ കൂട്ടുപലിശയാണ് നിരക്ക്. ഇനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് എഴുതാം. 3 വർഷം കൊണ്ട് അതെത്രയായി? 8820. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? 4 വർഷം കൊണ്ട് അതെത്രയായി? 9261. അപ്പോൾ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ്, കൂട്ടുപലിശയാണ്. അപ്പോൾ നമുക്കുള്ള കീവേഡ്സ് എല്ലാം ഉണ്ട് ഈ ചോദ്യത്തിൽ അല്ലേ? കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഇനി എന്ത് നോക്കണം? ഇനി എങ്ങനെ ഇതിൻ്റെ പലിശ നിരക്ക് കാണാം? ഓക്കെ, പലിശ നിരക്ക് എങ്ങനെ കാണാം പറ. ഇവ തമ്മിലുള്ള വ്യത്യാസം 9261 കുറയ്ക്കണം 8820 8820 ഡിവൈഡഡ് ബൈ താഴെ ഏതാ എഴുതേണ്ടത്? ആദ്യത്തേത് 3 വർഷത്തിലുള്ളത് എത്രയാ? 8820. കഴിഞ്ഞോ? ഇല്ല, പലിശ നിരക്ക് അല്ലേ, ഗുണിക്കണം 100. 9261 8820 പോയാൽ എത്ര കിട്ടുക? 441 ഡിവൈഡഡ് ബൈ 8820 ഗുണിക്കണം 100. കറക്റ്റ് അല്ലേ? ഈ പൂജ്യവും പോയി. 441 ഡിവൈഡഡ് ബൈ 882 വെട്ടാം. എത്ര കൊണ്ട് വെട്ടാം? 441 കൊണ്ട് വെട്ടാം. 2 441 ആണ് എന്ത്? 882. ഇപ്പോൾ ബാക്കി 10/2. ഇത് വെട്ടിക്കഴിഞ്ഞാൽ 5. നമുക്ക് ഉത്തരം 5% എന്ന് ലഭിക്കും. അപ്പോൾ പലിശ നിരക്ക് എത്രയാ? 5%. സംഭവം സിമ്പിളല്ലേ? അടുത്ത ചോദ്യം നോക്കാം. സെയിം മോഡൽ ചോദ്യം. അടുത്ത ചോദ്യം നോക്ക്. കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച ഒരു തുക 2 വർഷം കൊണ്ട് 60500 രൂപയും 3 വർഷം കൊണ്ട് 66500 രൂപയുമായി എങ്കിൽ പലിശ നിരക്ക് എത്ര? ഇതേ ചോദിക്കാനുള്ളൂ അല്ലേ? അപ്പോൾ കൂട്ടുപലിശയാണ്. 2 വർഷം കൊണ്ട് 60500, സോറി ഒരു 0 കൂടി അല്ലേ, 60500. 3 വർഷം കൊണ്ട് അതെത്രയായി? 66550 രൂപയായി. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? പലിശ നിരക്ക് എത്ര? പറ, പലിശ നിരക്ക് എത്ര ഇതിൻ്റെ? നിങ്ങൾ തന്നെ പറ. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇവയുടെ വ്യത്യാസം എടുക്കുക. അതിനു മുമ്പ് വർഷങ്ങളുടെ വ്യത്യാസം ഒന്നാണോ? 2, 3 തൊട്ടടുത്ത വർഷങ്ങളാണ്. അപ്പോൾ അത് ഓക്കെ. ഇനി നോക്ക്, 60500 66550 ഇത് തമ്മിലുള്ള വ്യത്യാസം അത് ചെയ്യാലോ. 66550 കുറയ്ക്കണം 60500 ഡിവൈഡഡ് ബൈ എത്ര? താഴെ എഴുതേണ്ടത് 2 വർഷത്തിന് നേരെ ഉള്ളത് അല്ലെങ്കിൽ ചെറിയ വർഷത്തിന് നേരെ ഉള്ളത് എത്രയത്? 60500. കഴിഞ്ഞോ? ഇല്ല. എന്താ? ഗുണിക്കണം 100. ഇത് ചെറുതാക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ചെറുതാക്കിയിട്ട് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് സിമ്പിൾ ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, എന്തായാലും ഞാൻ കൂട്ടുപലിശയുടെ ക്ലാസ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി എന്ത് ചെയ്യാം, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ 2 വർഷം കൊണ്ട് 60500 രൂപയും ഞാൻ ജസ്റ്റ് അതൊന്ന് എഴുതിയിട്ട് പറയാം. 2 വർഷം കൊണ്ട് 60500, 3 വർഷം കൊണ്ട് 66550 രൂപയോ ആണ് ആയത്. നമുക്ക് 2 വർഷത്തിൽ 60500ഉം 3 വർഷത്തിൽ 66550 ആണെന്നുണ്ടെങ്കിൽ മൂന്നാം വർഷം എത്ര പലിശ ഉണ്ടായിരിക്കും?
കൂട്ടുപലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കൂട്ടുപലിശയിൽ ഈ കിട്ടുന്നതൊക്കെ എന്താ സംഭവം? തുക പ്ലസ് പലിശ. അപ്പോൾ 2 വർഷത്തേക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ 50,000 ആണ് ഇതിൻ്റെ തുക എന്ന് വിചാരിക്കുക. അപ്പോൾ 2 വർഷത്തേക്കുള്ള പലിശ അപ്പോൾ എത്രയാണ്? ഈ 6500 കുറയ്ക്കണം 50,000, അപ്പോൾ 10,500 ആണ്. അത് എത്ര വർഷത്തേക്കുള്ള? 2 വർഷത്തേക്കുള്ള പലിശയാണ്. അതും കൂടി കൂട്ടിയിട്ടായിരിക്കും പിന്നെ അടുത്ത വർഷം ഇതിൻ്റെ മുതൽ എന്തായിരിക്കും? പലിശയും മുതലും കൂട്ടിയതായിരിക്കും പുതിയ വർഷത്തെ പലിശ. ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ വർഷം 10,000 ആണ്, 1000 ആണ്. രണ്ടാമത്തെ വർഷം അത് 1000, നമുക്ക് 1000 ഒരു പലിശ 100 കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ എത്രയാണ് നമ്മുടെ രണ്ടാമത്തെ വർഷത്തിലുള്ള മുതൽ? 1100. അല്ലെങ്കിൽ നമുക്ക് കൈ കിട്ടുന്നത് 1100. ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള 1100. അത്തരത്തിലാണ് കൂട്ടുപലിശ പോണത്, അറിയാലോ. അപ്പോൾ നിങ്ങളിവിടെ നോക്ക്, 3-ാം വർഷം മാത്രം ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ അതായത് 2 വർഷത്തേക്കുള്ള മുതലും പലിശയും കൂട്ടിയതാണ് എന്ത്? 60,500. അപ്പോൾ അത് 3-ാം വർഷത്തേക്കുള്ളത് അപ്പോൾ 66,550 ആയി എങ്കിൽ ആ 3-ാം വർഷം മാത്രമുള്ള പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 66,550 കുറയ്ക്കണം 60,500. അതായിരിക്കും. അതെത്രയാ? 60,50. 6,050. കറക്റ്റ് അല്ലേ? അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞേക്കിൻ്റെ അർത്ഥം എന്താണ്? 3-ാം വർഷത്തെ മാത്രം പലിശ 6,050 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 3-ാം വർഷത്തെ മാത്രം പലിശ 6,050 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,500 രൂപയ്ക്ക് ഒരു വർഷത്തെ 60,500 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 6,050 ആണ് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലിശ നിരക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? പലിശ നിരക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? പലിശ നിരക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ അറിയില്ലേ നിങ്ങൾക്ക്? I = എന്താണ്? PNR/100 ആണ്. ഒരു വർഷത്തേക്കാവുന്ന കേസാണ് കേട്ടോ, ഒരു വർഷത്തേക്കാവുന്ന കേസാണ്, കൺഫ്യൂഷൻ ആവണ്ട. I = PNR/100 ആണ്. അപ്പോൾ അതിൽ നിന്ന് റേറ്റ് 6 കാണാൻ പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? 100I / എത്രയാണ്? P × N. അതുതന്നെയുള്ളൂ ഇവിടെയും ചെയ്യാനുള്ളത്. എന്ത്? 100I / P × N. ഓക്കെ, എങ്കിൽ പറ 60,500 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ 6,050. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 100 ഗുണിക്കണം. ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത് പലിശ എത്രയാ? 6,050 / ഹരിക്കണം P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാ? 60,500 ഗുണിക്കണം വർഷം, ഒരു വർഷം. ഈ 0 ഈ 0 പോയി, ഈ 0 ഈ 0 പോയി, ഈ 605 ഈ 605 പോയി. അപ്പോൾ ബാക്കി ആരുണ്ട്? 10%. ഇത്തരത്തിലും ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. കുറേ ആളുകൾ ചിലപ്പോൾ ഇത് കണ്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ ഇത് ഹോംവർക്കായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇതിൻ്റെ ഉത്തരം മാത്രം. അപ്പോൾ പോട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് ശരിക്കും ഇത് ചെയ്യുന്ന കാര്യം. ഇതിൻ്റെ പ്രോപ്പർ പ്രൊസീജിയർ ഇതാണ്. പക്ഷേ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട. ഇപ്പോഴത്തേക്ക് നമുക്കിത് ക്ലാസ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് വിസ്തരിച്ച് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു തവണ കൂടി പറയുകയാണ്, സമയമില്ല എന്നാലും നമ്മളിത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് പിന്നെയും പറയുന്നത്. മറക്കാതിരിക്കണം കേട്ടോ, കൺഫ്യൂഷനൊന്നും വരണ്ട. അപ്പോൾ ഇത് നോക്ക്, എന്താ ചെയ്യേണ്ടത്? 2 വർഷം കൊണ്ട് 60,500, 3 വർഷം കൊണ്ട് 66,550 കൂട്ടുപലിശയാണ്. എന്ത് ചെയ്യും? ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം ഒരു വർഷമല്ലേ നോക്കും, ആണ്. ഇനി അടുത്തത് ഇതൊരു വർഷം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ വ്യത്യാസം എടുക്കുക. ഇവയുടെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ 66,550 കുറയ്ക്കണം 60,500 എത്രയാണ്? 6050 6,050. അതിനെ ഹരിക്കണം. എന്തുകൊണ്ട് ഹരിക്കണം? 2 വർഷത്തേക്കുള്ളതിൻ്റെ തുകയുണ്ട്, അല്ലെങ്കിൽ പലിശ പ്ലസ് തുകയുണ്ട് ഹരിക്കണം. അതെത്രയാ? 60,500. കഴിഞ്ഞില്ല, ഗുണിക്കണം 100 ശതമാനത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി, 605 വെട്ടിപ്പോയി, ബാക്കി 10%. ആ രീതിയിൽ വളരെ
പെട്ടെന്ന് ഒരു സെക്കൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഹരണവും ഗുണനും ഭയങ്കര സ്പീഡാണെന്നുണ്ടെങ്കിൽ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ഈ ചോദ്യം ഞാൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞു, പക്ഷേ ഞാൻ അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, നോക്കാം. അടുത്ത ചോദ്യം 2² × 3² × 5, 2³ × 3³ × 5², 2⁴ × 3² × 5 എന്നിവയുടെ ലസാഗു എത്ര? വളരെ സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം ചെയ്ത് പരിചയമില്ലാത്തവർക്ക് എന്തായാലും ആ ഒരു മാർക്ക് പോയതായിട്ട് കൂട്ടിയാൽ മതി അല്ലേ. എന്താണ് ലസാഗു ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. കൃത്യംഗങ്ങളെ പോലെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടുള്ളതാണ്. ഫാക്ടർ ചെയ്തിട്ടുള്ള സംഖ്യകളാണ് അല്ലേ, ഫാക്ടർ ചെയ്തിട്ടുള്ള സംഖ്യകളാണ് ഇങ്ങനെയുള്ളത്. കൃത്യംഗങ്ങളെ രീതിയിൽ തന്നിട്ടുള്ള ഫാക്ടർ ചെയ്തിട്ടുള്ള സംഖ്യകളാണെന്നുണ്ടെങ്കിൽ ഇത് നോക്ക്, ഘടകങ്ങളാക്കിയിട്ടുള്ള സംഖ്യകളാണെന്നുണ്ടെങ്കിൽ 2² × 3² × 5, ഇവിടെ 2³ × 3³ × 5², 2⁴ × 3² × 5. ഇതിലെല്ലാത്തിലും എന്തുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഇതിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 3, 5. അതിനെന്തുണ്ട്? പവറുകൾ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലസാഗു കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ആദ്യം 2 നോക്കുക. ആദ്യം 2 ആണല്ലോ, 2 നോക്കുക. ഈ 2ൻ്റെ ഏറ്റവും വലിയ പവർ എത്രയാണെന്ന് നോക്കുക. 2 ഞാൻ എഴുതി, അതിൻ്റെ ഏറ്റവും വലിയ പവർ എത്രയാണെന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ 2², ഇവിടെ 2³ ഇവിടെ 2⁴. ഏറ്റവും വലിയ പവർ ഏതാ? 2⁴. അത് ഞാൻ എഴുതി. ഗുണിക്കണം. ഇനി അടുത്തത് 3 സംഖ്യ അല്ലേ, 3. 3ൻ്റെ ഏറ്റവും വലിയ പവർ എത്രയാണ്? 3², 3³ 3². എത്രയാണ് ഈ 3ൻ്റെ ഏറ്റവും വലിയ പവർ? 3ൻ്റെ ക്യൂബാണ് അല്ലേ. അപ്പം 3³ അതെടുത്തെഴുതുക. എൽസിയം കാണാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ പവർ എടുത്തെഴുതുക, ഗുണിക്കണം. അടുത്ത സംഖ്യ 5. 5ൻ്റെ ഏറ്റവും വലിയ പവർ ഇവിടെ 5 ആണ്, ഇവിടെ 5² ആണ്, ഇവിടെ 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ 5⁴ തന്നെ അല്ലേ. അപ്പോൾ 5² അല്ലേ ഇതിനെക്കാട്ടിലും വലുത്. അപ്പോൾ 5², 5⁻². ഈ കിട്ടിയേക്കുന്ന ഇതാണ് എന്ത്? ഈ സംഖ്യകളുടെ ലസാഗു എന്ന് പറയണത്. അതായത് എന്ത് ചെയ്തു? ഏറ്റവും വലിയ പവറുള്ള സംഖ്യകളെ നോക്കിയിട്ട് അങ്ങോട്ട് എടുത്തു. കാരണം ഇതൊക്കെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടുള്ള സംഖ്യകളാണ്. നമ്മൾ ഇങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ലസാഗു ഒക്കെ കാണുന്നത് അല്ലേ, ഇങ്ങനെ വരച്ച് ചെയ്യുന്നില്ലേ. അത് ഇതിലേക്ക് എത്തിക്കാനാണെന്ന്. അത് നമുക്ക് അറിയാത്തവർക്കുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ മോഡൽ തന്നെയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കുമ്പോൾ ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ? ഇതിൽ ചോദ്യം സെയിം സംഖ്യകളാണെങ്കിലും ഇവയുടെ ഉസാഗയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഉസാഗയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2² × 3² × 5, 2³ × 3³ × 5², 2⁴ × 3² × 5 ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇവയുടെ ഉസാഗയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലസാഗു കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഏറ്റവും വലിയ പവർ അല്ലേ. അപ്പോൾ ഉസാഗ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഏറ്റവും ചെറിയ പവർ. 2ൻ്റെ ഏറ്റവും ചെറിയ പവർ ഏതാ? 2², 2³ 2⁴. ഏറ്റവും ചെറിയ പവർ ഏതാ? 2². ഗുണിക്കണം. ഇനി അടുത്ത 3 ആണ് അല്ലേ. 3ൻ്റെ ഏറ്റവും ചെറിയ പവർ ഏതാ? 3², 3³ 3². ഏതാ ഏറ്റവും ചെറുത്? 3² അല്ലേ. ഗുണിക്കണം. 5ൻ്റെ ഏറ്റവും ചെറിയ പവർ ഏതാ? 5⁻1. ഇവിടെ 5² 5. അപ്പോൾ എത്രയായിരിക്കും? 5 തന്നെ അല്ലേ. 5², സോറി 5⁻1 അല്ലെങ്കിൽ 5 തന്നെ അല്ലേ. സംഭവം മനസ്സിലായോ? എൽസിയം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഏറ്റവും വലിയ പവർ ഉള്ളത് എടുത്തെഴുതുക. ഉസാഗ അല്ലെങ്കിൽ HCF കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഏറ്റവും ചെറിയ പവർ എടുത്തെഴുതാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ 2² എത്രയാ? 4 ഗുണിക്കണം 3² എത്രയാ? 9 ഗുണിക്കണം 5. ഇത് വേണേൽ ചെയ്യാം. 4 20, 20 × 9 എത്രയാ? 180. ഇതായിരിക്കും എന്ത്? HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്നത്. സിമ്പിളല്ലേ? അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇപ്പം ഞാൻ പറഞ്ഞ അതേ ടൈപ്പുള്ള ചോദ്യമല്ലേ. 2³ × 3², 2² × 3³ ഇവയുടെ ലസാഗു എത്ര? അപ്പോൾ ഞാൻ ആദ്യം 2 എഴുതി. ഇനി എത്ര എഴുതേണ്ടത്? ഇവിടെ 2ൻ്റെ പവർ 3, ഇവിടെ 2ൻ്റെ പവർ 2. ലസാഗു ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? വലിയ പവർ എത്രയാ? 3 ഗുണിക്കണം.
ഇനി അടുത്ത സംഖ്യ 3, ആ 3 ഞാൻ എഴുതി. ഇനി നോക്ക് 3ൻ്റെ സ്ക്വയർ ഉണ്ട്, ഇവിടെ 3ൻ്റെ ക്യൂബ് ഉണ്ട്. ഞാൻ ഏതാ എഴുതേണ്ടത്? 3ൻ്റെ ക്യൂബാണ് എഴുതേണ്ടത്, കാരണം വലിയ പവറാണ് വേണ്ടത്. ഓക്കെ, ഇത് ചെയ്താൽ എന്തായി? നമുക്ക് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ, 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ് എന്ന് പറഞ്ഞ സംഖ്യയുടെ ലസാഗു കിട്ടി. ഇത്രയേ ഉള്ളൂ ഈ പരിപാടി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അടുത്ത ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉസാഗയുടെ ചോദ്യമായിരിക്കും അടുത്ത്, അതും കൂടി നോക്കാം. അടുത്ത ചോദ്യം നോക്ക്. 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ, 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ് എന്നിവയുടെ ഉസാഗ എത്ര? ഞാൻ ഈ ലസാഗു ഉസാഗ ഒരുമിച്ച് തരാൻ കാരണം കൺഫ്യൂഷൻ ആവരുത്, ഇത് പഠിക്കൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നോക്ക്, ഉസാഗ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2ഉം 2ഉം 3ഉം ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് 2 ഇൻറ്റു 3 ഇതേമാതിരി നിങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, 2ൻ്റെ ഏറ്റവും ഉസാഗ എന്ന് പറയുമ്പോൾ വലിയ പവറാ ചെറിയ പവറാ എടുക്കണ്ടേ? ഉസാഗ എന്ന് പറയുമ്പോൾ ചെറുതാണ് എടുക്കേണ്ടത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ നോക്കും, ഏത് 2ൻ്റെ 3 ഉണ്ട്, 2ൻ്റെ പവർ 2 ഉണ്ട്, ഏത് എഴുതേണ്ടത്? ചെറുതാവേണ്ടത്. അപ്പോൾ 2ൻ്റെ പവർ 2. ഇനി നോക്ക് 3ൻ്റെ പവർ 2 ഉണ്ട്, 3ൻ്റെ പവർ 3 ഉണ്ട്, ചെറുതാവേണ്ടത് ഏതാ? 3ൻ്റെ പവർ 2. അപ്പോൾ നമ്മുടെ ഉത്തരം 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഇതാണ് പരിപാടി, ഇത്രയേ ഉള്ളൂ പരിപാടി. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇത് മലപ്പുറത്തിൻ്റെ LD പരീക്ഷയിൽ ചോദിച്ചാണ്, 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 140/24. അപ്പോൾ നമ്മളെ ചോദ്യം ഡയറക്റ്റായിട്ട് കൂട്ടുപലിശ കാണാനുള്ള ചോദ്യമാണ്. 8% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സന്ദീപ് 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? അപ്പോൾ ഇത് നമ്മൾ എടുക്കാൻ പോണത് പാസ്കലിൻ്റെ എന്താണ് ഒരു തിയറം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പാസ്കലിൻ്റെ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്, പാസ്കൽസ് മെത്തേഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോണത്? ഈ കൂട്ടുപലിശ കണക്കാക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് മാത്രം ഞാൻ ജസ്റ്റ് ഒറ്റ തവണ പറയാം, ഇനി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇക്വേഷൻ എന്താണ്? കൂട്ടുപലിശയുടെ P ഇൻറ്റു 1 + R/100 ഹോൾ പവർ n ഈക്വൽ ടു എന്താണ്? P + I ആണ് അല്ലേ? എന്താണ് ഇക്വേഷൻ? P ഇൻറ്റു 1 + R/100 ഹോൾ പവർ n ഈക്വൽ ടു P + I ആണ്. അതായത് P + I P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, പലിശ എത്രയാണെന്ന് വെച്ചാൽ അത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും? P എന്ന് പറഞ്ഞാൽ 25,000 ആണ്. 25,000 ഗുണിക്കണം 1 കൂട്ടണം 8/100 ഹോൾ പവർ, അങ്ങനെ വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്ത് അങ്ങനെ പോകണം. അപ്പോൾ അതിന് പകരമായിട്ട് ഗുണനം കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, അതായത് ഇത്തരത്തിലുള്ള ഗുണനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,000 ഗുണിക്കണം 108/100 ഗുണിക്കണം 108/100 ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി സമയം എടുത്താൽ കൂടി കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് പഠിപ്പിക്കാൻ പോണത്. നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചാൽ സിമ്പിളായിട്ട് കിട്ടും. അങ്ങനെ ചെയ്ത് ശീലമുള്ളവർ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്, ഇത് അറിയുന്നവരായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ റേഷ്യോ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാൻ പോണത് ഞാൻ പഠിപ്പിക്കുന്നത് ഒരു ടേബിൾ വരച്ചിട്ട് പഠിക്കാം. അപ്പോൾ ടേബിൾ വരച്ചിട്ട് പഠിക്കുക എന്നുണ്ടെങ്കിൽ 1 ഇപ്പോൾ 2 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 1 2 1. ഈ ടേബിളിൻ്റെ ഹെഡിങ് എന്തൊക്കെയായിരിക്കും? 1 2 1. ഓക്കെ, എന്നിട്ട് ഈ ടേബിളിൽ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത്, നമുക്ക് എത്രയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, അത് ഈ 1ൻ്റെ അവിടെ എഴുതുക. എത്രയാണ് അത്? 25,000. 25,000 ഞാൻ 1ൻ്റെ അവിടെ എഴുതി. ഇനി നോക്ക്, ഈ 2ൻ്റെ നേരെ താഴത്ത് 25,000 എത്ര ആണ് അതിൻ്റെ പലിശ എന്നുള്ളതാണ് കാണുന്നത്. 8% അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 25,000 ഗുണിക്കണം 8/100 ഈ 2ൻ്റെ താഴെ ചെയ്യാണ്. ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ 2 0 വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ബാക്കി 250 × 8 എന്നുണ്ട്. 250നെ 8 കൊണ്ട് ഗുണിച്ചാൽ 2000 എന്ന് കിട്ടും. 2000 എന്ന് കിട്ടും. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുക? ഈ ലാസ്റ്റ് ഉള്ളിടത്ത് ഈ 2000 ഇങ്ങോട്ട് പോയി. ആ 2000ത്തിന് എന്ത് ചെയ്യാം? ഗുണിക്കണം വീണ്ടും 8/100. അതിൻ്റെ 8% കാണാം. ആദ്യം എന്ത് ചെയ്യുന്നു? 25,000 നമ്പർ 1ൽ എന്ത് ചെയ്തു? 25,000 അതുപോലെ എഴുതി. ഇനി 2ൻ്റെ താഴെ എന്ത് ചെയ്തു? 25,000ൻ്റെ 8% കണ്ടു, അത് 2000 എന്ന് കിട്ടി. അടുത്ത ഇതിലേക്ക് പോയപ്പോൾ എന്തായി? 25,000ൻ്റെ അല്ല എടുക്കുന്നത്, 2000ൻ്റെ 8%. ഈ 2 0 പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 × 8. 20 × 8 എത്രയാ? 160. ഇത്രയാണ് ചെയ്യാനുള്ളത്. അതിന് ശേഷം
ഈ 1 ഇവിടെ 25,000 അല്ലേ, അതിനെ താഴോട്ട് ഗുണിക്കുക. 1 ഗുണിക്കണം 25,000 എത്ര കിട്ടുക? 25,000. ആ കേസ് എല്ലായിടത്തും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ തന്നെ വരും കേട്ടോ. അടുത്തത് ഇവിടെ നമുക്ക് 2,000 ഉണ്ട്. 2,000 ഗുണിക്കണം 2, അത് എത്ര വരിക? 4,000. ഇനി അടുത്തത് ഇവിടെ 1 ആണുള്ളത്. 1 ഗുണിക്കണം 160, അത് എത്ര വരിക? 160. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തം തുക കിട്ടും. അതായത് 25,000 കൂട്ടണം 4,000 കൂട്ടണം 160. 25,000 4,000 കൂട്ടിയാൽ 29,000, പിന്നെ ഒരു 160, 29,160. നമ്മളെ എത്ര രൂപ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് കിട്ടും? 29,160. ഇവിടെ ആകെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1, 2, 1. ഇനി 3 വർഷത്തേക്കാണെങ്കിൽ അത് അടുത്ത ചോദ്യം കൂടിയും പറഞ്ഞിട്ട് 3 വർഷത്തേക്കുള്ള പറയാം കേട്ടോ. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക. ചോദിച്ച ചോദ്യമാണ്, ചോദിക്കാത്ത ചോദ്യമൊന്നുമല്ല, ചോദിച്ച ചോദ്യമാണ്. എങ്ങനെ ചെയ്യുന്നത്? നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് ഒന്ന് പറഞ്ഞേ. നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ചിട്ടൊന്ന് പറഞ്ഞേ. ഇവിടെ 1, 2, 1. ഈ റേഷ്യോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 1, 2, 1. അത് മാത്രം പഠിച്ചാൽ മതി. ബാക്കി പഠിക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. 2 വർഷത്തേക്കുള്ള റേഷ്യോ മാത്രം പഠിച്ചാൽ മതി. 1, 2, 1, 1, 2, 1. അടുത്തോട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാണാൻ പഠിക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി നോക്ക്, 1000 രൂപയാണ് അല്ലേ. അപ്പോൾ 1ൻ്റെ നേരെ താഴെ എന്ത് ചെയ്തു? ആ പ്രിൻസിപ്പൽ എമൗണ്ട് അതേമാതിരി എഴുതി. ഇനി ഈ 2ൻ്റെ നേരെ താഴെ എന്ത് എഴുതണം? ഈ 1000ൻ്റെ 10% നമ്മൾ കാണണം അല്ലേ. 1000ൻ്റെ 10% കാണണം. ഈ 2 0 പോയി, ഈ 1 0 പോയി, ഈ 1 0 പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 100. അറിയാലോ, ഇതൊക്കെ ചെയ്യാൻ അറിയാലോ. ഇനി നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ 1000 എത്രയായി? 100 കേട്ടോ. അപ്പോൾ ഞാൻ 100 മാത്രമേ ഉള്ളൂ ഇവിടെ. 100ൻ്റെ 10% കാണണം. 100ൻ്റെ 10% കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി. ബാക്കി എത്രയുണ്ട്? 10. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ 1 ഗുണിക്കണം 1000 എത്രയാ? 1000. ഈ 2 ഗുണിക്കണം 100 എത്രയാ? 200. ഇനി 1 ഗുണിക്കണം 10 എത്രയാ? 10. അപ്പോൾ നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യണം? വർഷാവസാനം ലഭിക്കുന്ന തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം കൂട്ടുക. 1000 കൂട്ടണം 200 കൂട്ടണം 10, 1210. ഇത് മൊത്തം കൂടി കൂട്ടിയാൽ 1210. ഇനി നിങ്ങളോട് പലിശ മാത്രം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 200 + 10. ഈ പ്രിൻസിപ്പൽ എമൗണ്ട് ഈ 1ൻ്റെ താഴെയുള്ള സംഖ്യേനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള മാത്രം കൂട്ടിയാൽ മതി. പലിശ മാത്രം കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളോട് ഞാൻ ഇപ്പോൾ പറഞ്ഞു 2 വർഷത്തേക്കാണെങ്കിൽ ഉള്ള റേഷ്യോ ആണ് ഞാൻ പറഞ്ഞത്. ഇനി 3 വർഷത്തേക്കാണെങ്കിൽ 4 വർഷത്തേക്കാണെങ്കിൽ എങ്ങനെ പോയേനെ? അതെങ്ങനെ ചെയ്യാന്നുള്ളത് അതിൻ്റെ റേഷ്യോ പഠിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കൂട്ടുപലിശ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് കൂട്ടുപലിശയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് ആ റേഷ്യോ വെച്ചിട്ട് കറക്റ്റായിട്ട് പ്രോബ്ലംസ് ചെയ്തിട്ട് നോക്കി നോക്കാം. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു എന്ത്? 1, 2, 1 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോ. ഇത് എത്ര കൊല്ലത്തേക്കുള്ളതാണ്? 2 കൊല്ലത്തേക്കുള്ളതാണ്. 3 വർഷത്തേക്കാണെങ്കിൽ എത്രയാണെന്നല്ലേ നിങ്ങൾക്ക് സംശയം? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം? ഇവിടെ ഒരു 1 ഇടുക, ഒരു പിരമിഡ് പോലെ. അപ്പോൾ ഇവിടെ എന്താവും? ഈ 1ഉം 2ഉം കൂട്ടി എഴുതാം 3. ഈ 2, 1ഉം കൂട്ടി എഴുതാം 3. എന്നിട്ട് ഇവിടെ ഒരു 1 ഇടും. അതായത് 3 വർഷത്തേക്ക് എത്രയാണ്? 1, 3, 3, 1. അതായത് നമ്മുടെ ടേബിൾ എങ്ങനെ വരും? 1, 3, 3, 1 ഇത്തരത്തിൽ വരും. മനസ്സിലായല്ലോ? അടുത്തത് ഇനി 4 വർഷത്തേക്കാണെങ്കിലോ? 4 വർഷത്തേക്കാണെങ്കിൽ ഇവിടെ 1 ഇട്ടു. ഇവിടെ 1ഉം 3ഉം 4, ഈ 3ഉം 3ഉം 6, ഈ 3ഉം 1ഉം 4, പിന്നെ ഈ 1. അപ്പോൾ 4 വർഷത്തേക്ക് 1, 4, 6, 4, 1 ആ റേഷ്യോ ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? പ്രിൻസിപ്പൽ എമൗണ്ട് എവിടെ ഉണ്ടാവുക? ഈ 1ൻ്റെ സ്ഥാനത്ത് മാത്രമാണ് പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാവുക. ഈ പ്രോബ്ലം ചെയ്യേണ്ട എങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ. കാരണം ഒന്ന് ജസ്റ്റ് ഒരു സമയം എടുത്താലും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇത് തെറ്റിക്കില്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ അതിന് മുന്നോടിയായിട്ട് ഞാനൊരു കാര്യം കൂടിയും പറയാം. നമ്മളിതിൻ്റെ ക്ലാസ് എടുക്കും, ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കും. ആ സമയത്ത് ഇതെന്തായാലും നല്ല പോലെ സമയം എടുത്ത് തന്നെ പഠിപ്പിക്കും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. പ്ലസ് ടു ലെവലാണ് പ്രിലിംസ് 2022 സ്റ്റേജ് 1. അതിൽ ചോദിച്ച ചോദ്യമാണ് -1 ഹോൾ പവർ 150 × √625. -1 ഹോൾ പവർ 150 ഗുണിക്കണം √625 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരൊറ്റ കാര്യം ഇവിടെ ആദ്യം മനസ്സിലാക്കുക. -1ൻ്റെ പവറിൽ മേലെ പവറിൽ ഈവൻ വന്നാൽ, ഈവൻ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ. ഓക്കെ, -1ൻ്റെ പവറിൽ ഇരട്ട സംഖ്യ വന്നാൽ
ഇതിൻ്റെ ഉത്തരം എത്രയാണെന്ന് അറിയോ? +1 ആയിരിക്കും. അല്ലെങ്കിൽ 1 എന്ന് എഴുതിയായി. +1 നമുക്ക് 1 എന്ന് എഴുതിയാൽ മതിയല്ലോ. ഇനി -1ൻ്റെ പവറിൽ ഓഡ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ് എങ്കിൽ -1 ആയിരിക്കും അതിൻ്റെ ഉത്തരം. ഓർക്കുമല്ലോ, -1ൻ്റെ പവറിൽ ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ടസംഖ്യയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. -1ൻ്റെ പവർ ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉത്തരം എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? -1 ആയിരിക്കും. -1 ആയിരിക്കും. ഇവിടുത്തെ കേസിലൊന്ന് പറഞ്ഞേ, -1ൻ്റെ പവർ 150. 150 ഇരട്ടയാണോ ഒറ്റയാണോ? ഓടാണോ ഈവനാണോ? ഈവനാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ -1 പവർ 150 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? -1 ഹോൾ പവർ 150 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നിങ്ങൾ പറ, എത്രയാ? +1 അല്ലെങ്കിൽ സാധാരണ 1. അപ്പോൾ ഇതിന് പകരം എനിക്ക് എന്താ എഴുതാം? 1 ഗുണിക്കണം √625. 625ൻ്റെ റൂട്ട് എത്രയാ? അതറിയാത്ത ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അത് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഈ എത്രയാ? 25. ഉത്തരം 1 × 25 25. ഉത്തരം 25. പ്ലസ്സാ മൈനസാ? പ്ലസ്. ഓപ്ഷനിൽ -25 ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. -1 ഹോൾ പവർ 121 ഗുണിക്കണം √576. എങ്ങനെ ചെയ്യുന്നേ? -1 ഹോൾ പവർ 121. -1ൻ്റെ പവർ ഇരട്ടയാണോ ഒറ്റയാണോ? ഒറ്റയാണ്. ഒറ്റയാണെങ്കിൽ -1ൻ്റെ വാല്യൂ എത്രയായിരിക്കും? മൈനസാ പ്ലസ്സാ? √576ൻ്റെ വാല്യൂ എത്രയാ? ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാലോ. അറിയാമെങ്കിൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റിക്കാൻ സാധ്യതയുള്ള കുറേ ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, സെയിം മോഡൽ ക്വസ്റ്റിൻ്റെ ഉത്തരം പറഞ്ഞു. ഇത് +2 ലെവലിൽ സ്റ്റേജ് 2 ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ സെയിം മോഡലിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ തെറ്റിക്കോ ഇല്ലേ എന്ന് എനിക്കറിയണം. ഇത് തെറ്റിക്കാൻ പാടില്ല. കഴിഞ്ഞ ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഉത്തരം തെറ്റായിട്ട് വരില്ല കേട്ടോ. തെറ്റിക്കരുത്. ഇതിൻ്റെ ഉത്തരം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ നോക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ചോദ്യം 2³ + 3 പവർ 4 + 4 പവർ 5 ഹോൾ പവർ 0. ഹോൾ പവർ 0. ഇപ്പോൾ 2³ എത്രയാണ്? ഇത് പറയാത്ത ഒരാൾ എന്ത് ചെയ്യും? 2³ എത്രയാ? 2 × 2 × 2 8. 3 പവർ 4 എത്രയാ? 3 × 3 9. 9 × 9 81. 4 പവർ 5 എത്രയാ? അങ്ങനെ നോക്കിയിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും ഇതിൻ്റെ പവർ കിടക്കുന്ന ആരാ? 0ആണ്. ഇതിൻ്റെ ഉള്ളിൽ എത്ര വന്നാലും, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ 10 ലക്ഷമല്ല 10,322 ആണെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എത്രയാണ്? ഒറ്റ 10 100 1000 10000 ലക്ഷം. 1,03,22 ആണെന്ന് വിചാരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ പവർ 0 എങ്കിൽ ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും? എനിത്തിങ് പവർ 0 = 1. ഏതൊരു സംഖ്യയുടെ പവറിൽ 0 വന്നാലും ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതിന് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. എത്ര സെക്കൻഡ് വേണം അതിൻ്റെ ഉത്തരം കിട്ടാൻ? 1 സെക്കൻഡ്. ആ ചോദ്യം ഒന്ന് നോക്കിയാൽ മതി, പോരെ? ഉത്തരം 1 കിട്ടൂലേ? ഇതിൻ്റെ ഉത്തരം കിട്ടില്ല. എന്താ ഞാൻ ഇവിടെ പറഞ്ഞത്? ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഖ്യകൾ തന്നു. ഇതിൻ്റെ വാല്യൂ എത്രയോ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ പവറിലാണ് എന്ത് പറഞ്ഞിരിക്കണേ? 0 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് 1 പവർ 0 എത്രയാ? 1. 10 പവർ 0 എത്രയാ? 1. 1000 പവർ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. ഇനിയിപ്പോൾ ആ 0 പോകണ്ട. 121 പവർ 0 എന്ന് പറഞ്ഞാൽ എത്രയാ? അതിൻ്റെ വില 1 ആണ്. അതായത് ഏതൊരു സംഖ്യയുടെ പവറിൽ 0 ഇട്ടാലും അതിൻ്റെ ഉത്തരം 1 ആണ്. അപ്പോൾ ഇതിന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെയ്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്ത് ചെയ്താൽ മതി? നേരെ 1 ആണ് ഉത്തരം എന്ന് പറഞ്ഞിട്ട് പരിപാടി തീർക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള സംഖ്യ ഇനി എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെ പവർ 0 ആണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം? 1 ആയിരിക്കും. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഇതും പ്രീവിയസ്ലി ചോദിച്ച ചോദ്യമാണ്. ഞാൻ ആ ചോദ്യ പേപ്പറിൻ്റെ നമ്പർ എഴുതാൻ മാത്രം മറന്നുപോയി കേട്ടോ. എനിക്ക് ഏതാണെന്ന് കറക്റ്റ് ഓർമ്മ ഇട്ടിട്ടില്ല. 2024 നടന്ന പരീക്ഷ തന്നെയാണ്. അപ്പോൾ നോക്ക് ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35ഉം 15-ാം പദം, ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 15-ാം പദം 35ഉം 35-ാം പദം 15ഉമായാൽ ഇങ്ങനെയാണ് ചോദ്യം. സോറി. അപ്പോൾ എന്താണ് ചോദ്യം? എന്താണ്?
ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35-ഉം 35-ാം പദം 15-ഉമായാൽ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എടുക്കണം അല്ലേ, ചെയ്തെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും, കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇതിന് ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടുന്നൊരു ഉത്തരമാണ്. ഒറ്റ കാര്യം നോക്കുക, 15-ാം പദം 35, 15th ടേം 35, 35th ടേം 15. അതായത് ഇത് എന്താ വന്നേക്കണേ, പദവും പദസ്ഥാനവും തിരിച്ചും മറിച്ചും വന്നേക്കുക അല്ലേ. പദവും പദസ്ഥാനവും തിരിച്ചിട്ടേക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേക്കാണ്. ഒന്ന് 15-ാമത്തെ പദം 35ആണ്, പിന്നെ പറഞ്ഞു 35-ാമത്തെ പദം 15ആണ്. ഇങ്ങനെ വരുന്ന കേസുകളിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും -1 ആയിരിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു സമാന്തര ശ്രേണിയുടെ പദവും പദസ്ഥാനവും തിരിച്ചും മറിച്ചും വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് 15-ാം പദം 35-ഉം 35-ാം പദം 15-ഉം ആയാൽ അതിൻ്റെ പൊതുവ്യത്യാസം എല്ലായ്പ്പോഴും എന്തായിരിക്കും, -1 ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 25-ാം പദം 50-ഉം 50-ാം പദം 25-ഉം. ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയായിരിക്കും? ഇതെന്താ, തിരിച്ചു മറിച്ചും വന്നതല്ലേ, ഇതിൻ്റെ പൊതുവ്യത്യാസം എന്തായിരിക്കും, -1 ആയിരിക്കും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. മറക്കുമോ? ഇല്ല, മറക്കില്ല അല്ലേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ട് ഉത്തരമായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ പറയണത് വീണ്ടും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്, എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള എഫേർട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് എടുക്കുക കേട്ടോ. എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക്